3 പതിറ്റാണ്ടിലേറെയായി മലയാള പത്രപ്രവർത്തന രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മംഗളം. അക്ഷരങ്ങളിലൂടെ അറിഞ്ഞതിനപ്പുറം മംഗളത്തിന് പറയാൻ കഥകളേറെയാണ്. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ മംഗളം വഹിച്ച പങ്ക് ഇന്നും പലർക്കും അപരിചിതമാണ്. മാതൃഭൂമി മനോരമയുള്ള കേരളത്തിൽ മറ്റു കുറേ പത്രങ്ങളുണ്ടെങ്കിലും പിന്നെ ഒരു പത്രത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് വിചാരിച്ചേക്കുമ്പോഴാണ് മംഗളമില്ല. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അക്ഷരനഗരിയിൽ ജന്മമെടുത്ത മംഗളം പത്രം സാഹിത്യ നഗരിയുടെ കല്ലായിയിൽ ഏപ്രിൽ 19-ന് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട്ടെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരാണ്. മംഗളം പത്രസ്ഥാപകനും പത്രാധിപനുമായിരുന്ന MC വർഗീസിനെയും അദ്ദേഹം നടന്നു നീങ്ങിയ ദുർഘട പാതയെയും അറിയാത്തവരായ മലയാള പത്രാധിപർ വിരളമായിരിക്കും. വിവിധ രാഷ്ട്രീയേതര സംഘടനകളോടും സഹപ്രവർത്തകരോടും അഭേദ്യമായൊരു ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. മംഗളം 35 വർഷം പിന്നിടുമ്പോഴും സാധാരണക്കാരന്റെ പത്രമായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. സാമൂഹ്യ രംഗത്ത് മംഗളം കൃത്യമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം തന്നെ. പല ചാരിറ്റിയും വരുന്നത് ട്രെൻഡ് സെറ്റർ മംഗളമായിരുന്നു. അത് പിന്നെ അന്നൊക്കെ ഈ സ്ത്രീധനം വലിയൊരു സാമൂഹ്യ വിപത്ത്, സ്ത്രീധനമില്ലാത്ത സമൂഹ വിവാഹങ്ങൾ കേരളം മുഴുവൻ നടത്തി. പിന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. ഇപ്പം അതൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം തുടക്കം കുറിച്ച മംഗളാണ്. സാമൂഹ്യ സേവനങ്ങളിൽ മാത്രമല്ല, ഐസ്ക്രീം പാർലർ കേസ് പോലെ കേരളത്തെ പിടിച്ചുലച്ച പല സംഭവങ്ങളിലും നേരിട്ടുള്ളതും നിഷ്പക്ഷമായതുമായ ഇടപെടൽ മംഗളം നടത്തിയിട്ടുണ്ട്. ആ സ്റ്റോറീസൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് പലതും സെൻസേഷണൽ, നിങ്ങൾക്കൊന്നും വിശ്വാസം തോന്നാത്ത രീതിയിലുള്ള 2 പെൺകുട്ടികളെ സൂയിസൈഡ്, പെട്ടെന്ന് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ബോഡി കാണുന്നു. ഇങ്ങനത്തെ കുറേ, നമുക്ക് കോഴിക്കോട് പോലത്തെ സിറ്റിയിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പോലും അന്ന് അവിശ്വസനീയമായിട്ട് തോന്നി. ഈ സംഭവങ്ങൾ പലപ്പോഴും ഫ്രണ്ട് പേജിൽ, ചിലപ്പോൾ ബൈലൈന് അല്ലാതെയൊക്കെ ആയിട്ട് ഒന്നിലൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിന്റെ നിർമ്മാണത്തിനായി മംഗളം വാരികയുടെ 1 ലക്കത്തിന് 1.5 രൂപ വില കൂട്ടിയപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടരാനായി വരും ലക്കങ്ങളിലും കൂട്ടിയ തുക നൽകാൻ തയ്യാറാണെന്ന് വായനക്കാർ മംഗളത്തോട് പറഞ്ഞ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂ പ്രൈസ് കൂട്ടിയിട്ട് അവരൊരു നോട്ട് കൊടുത്തു. ഞങ്ങൾ ഈ ലക്കത്തിൽ വില വർദ്ധിപ്പിച്ചത് മംഗളം വായനക്കാരുടെ ക്യാൻസർ വാർഡ്. ഇങ്ങനത്തെ നല്ലൊരു ലക്ഷ്യമായിട്ട് നിങ്ങൾ ആഴ്ചകളോളം ഇത് കൂട്ടിയാലും ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല. അങ്ങനെ ഇന്ത്യയിൽ പ്രസിദ്ധീകരണ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും വില കൂട്ടിയാലും വായനക്കാർ തന്നെ ജസ്റ്റിഫൈ ചെയ്തു. കോട്ടയത്തെ 2 പത്രങ്ങളിൽ പാക്കിങ്ങും പ്രിൻറ്റിങ് സെക്ഷനിൽ സാധാരണ ജീവനക്കാരനായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ് അത്ഭുതം സൃഷ്ടിച്ചത്.